ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻഡർ പ്രൈസ് കാണാനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ടെൻഡർ പ്രൈസിൽ നമ്മൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ. അതിൽ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് എന്താണ് ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ് അല്ലേ. ഓവർ ഹെഡിൻ്റെ പെർസെൻറ്റേജിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ടോട്ടൽ കോസ്റ്റ് ടെൻഡർ പ്രൈസ് കാണുന്നത്. ഓക്കെ, നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റോ അതേപോലെ തന്നെ ടോട്ടൽ എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതോ എന്നും നമുക്ക് തന്നിട്ടുണ്ടായില്ല. ഓക്കെ, എന്നാൽ ഇവിടെ നമുക്ക് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിലെ അല്ലെങ്കിൽ തൊട്ട് മുന്നേ ആയിട്ട് നടന്നിട്ടുള്ള ആ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള മാനുഫാക്ചറിങ് പ്രൊഡക്ഷനിൽ നടന്നിട്ടുള്ള കോസ്റ്റ് ഷീറ്റിലെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ കോസ്റ്റ് പെർ യൂണിറ്റ് ഓരോ കോസ്റ്റ് ഓവർഹെഡ് കോസ്റ്റിനും ഫാക്ടറി കോസ്റ്റ് ആയാലും എന്താ പറയുക പ്രൈമറി കോസ്റ്റ് ആണെങ്കിലും ഫാക്ടറി കോസ്റ്റ് ആണെങ്കിലും അതേപോലെ തന്നെ ഓഫീസ് ഓവർഹെഡ് അങ്ങനെ എല്ലാ കോസ്റ്റും മുന്നേ എത്രയാണ് പെർ യൂണിറ്റ് ഉണ്ടായിരുന്നത് അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഒരു മൂന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, മൂന്ന് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റത്തെ പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റിന്, അതായത് കോസ്റ്റ് പെർ യൂണിറ്റിന് ചേഞ്ച് ഇല്ല. അതേപോലെ തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് മീൻസ് കോമ്പണൻസ് നമ്മൾ ആ മെറ്റീരിയൽ നമ്മൾ ടെൻഡർ പ്രൈസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പണൻസ് മുന്നത്തെ മാനുഫാക്ചറിംഗിലും തമ്മിലുള്ള വ്യത്യാസമില്ലാത്ത കോമ്പണൻസ് ആണ്. ഓക്കെ, അതിന്റെ കോസ്റ്റിന് ചേഞ്ച് ഇല്ല. അതാണ് പറയുന്നത് കോസ്റ്റ് ഓഫ് കോമ്പണൻസ് ചേഞ്ച് ഇല്ലാത്തതും അതേപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലും ഒരു ചേഞ്ചും ഇല്ലാത്തതുമായ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് കാണുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീവിയസ് ഇയർ പെർ യൂണിറ്റ് കോസ്റ്റ്. പ്രീവിയസ് ഇയറിലെ യൂണിറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് കോസ്റ്റിന്റെ ബേസിൽ നമ്മൾ ടെൻഡർ പ്രൈസ് കാണാനാണ് പറയാൻ പോകുന്നത്. അതിൽ വരുന്ന ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് വെൻ ദർ ഇസ് നോ ചേഞ്ച് ഇൻ കോസ്റ്റ് കോമ്പണൻസ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ആ കോമ്പണൻസ് നമ്മൾ ആ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പണൻസിൽ യാതൊരു ചേഞ്ചും ഇല്ല. അതേപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റിൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലും ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് കാണുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ദ ഫോളോയിങ് ഫിഗേഴ്സ് റിലേറ്റഡ് ടു മാനുഫാക്ചർ ഓഫ് ഇലക്ട്രിക് ഫാൻസ് ഫോർ ദി പീരീഡ് ഓഫ് 3 months. അതായത് ഒരു ഇലക്ട്രിക് ഫാൻ നിർമ്മിക്കാൻ മാനുഫാക്ചർ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. 3 മാസം അവർ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഇലക്ട്രിക് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫാനിന് വന്നിട്ടുള്ള കോസ്റ്റുകളാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് തന്നിട്ടുള്ളത് കംപ്ലീറ്റഡ് സ്റ്റോക്ക് ഫസ്റ്റ് എന്താണ് ഒക്ടോബർ 2020 അല്ലെ. ഫസ്റ്റ് 10/2020 ഒന്നുമില്ല കംപ്ലീറ്റ് ചെയ്ത സ്റ്റോക്കിൽ. കംപ്ലീറ്റ് ചെയ്ത സ്റ്റോക്ക് 31st December 2020. ഓക്കെ, ഡിസംബറിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എന്താണ് ഈ സ്റ്റോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഫിനിഷ്ഡ് സ്റ്റോക്ക് ഉള്ളത് എത്രയാണ്, 20,250 ആണ്. ഇനി സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഫസ്റ്റ് 10ാം മാസത്തിൽ റോ മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് 5,000 ആണ്. ഡിസംബറിൽ അതായത് ലാസ്റ്റ് ആയിട്ട് വരുന്ന സ്റ്റോക്ക് റോ മെറ്റീരിയൽ ഉണ്ടായിരുന്നത് 3,500 ആണ്. അതായത് ഓപ്പണിംഗ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് മുന്നേ പറഞ്ഞത് ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതിൽ ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇല്ല, ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉള്ളൂ. ഇനി ഫാക്ടറി വേജസ് 75,000 തന്നിട്ടുണ്ട്, ഇൻഡയറക്ട് ചാർജസ് 12,500 തന്നിട്ടുണ്ട്, മെറ്റീരിയൽ പർച്ചേസിന് 32,500 തന്നിട്ടുണ്ട്, സെയിൽസ് 1,12,500 തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ദ നമ്പർ ഓഫ് ഫാൻസ് മാനുഫാക്ചർഡ് ഡ്യൂറിംഗ് ദ 3 months വാസ് 3,000. ഈ ഒരു 3 മാസത്തിൽ അവർ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഫാൻസ് എന്ന് പറയുന്നത് 3,000 ആണ്. 3,000 ഫാനാണ്, ഇലക്ട്രിക് ഫാനാണ് അവർ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. Prepare a statement showing the cost per fan and price to be quoted
for 750 fans to realize the same percentage of profit as was realized during the 3 months ending 31st December 2020. അതായത് നമ്മളോട് എന്ത് ചെയ്യാൻ പറയാണ്, സ്റ്റേറ്റ്മെന്റ് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഒരു ഫാനിന് എത്ര വരുന്നു കോസ്റ്റ് എന്നുള്ളതും, അതേപോലെ തന്നെ 750 ഫാന് എന്ത് ചെയ്യാണ് അവര് ഇവിടെ അവര് ടെൻഡർ അവര് എന്ത് ചെയ്യണം, ഓർഡർ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അതിൽ വരുന്ന നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാവും, അതിന്റെ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട് സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ അപ്പൊ തന്നെ നമുക്കറിയാം സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും, അതേപോലെ ഇവിടെ വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് ഇത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കോസ്റ്റ്, ഇത്ര പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്തിട്ടുണ്ട് കോസ്റ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ മുന്നത്തെ കോസ്റ്റിന്റെ ബേസിൽ തന്നെ, അതായത് ഈ 3 മാസത്തിൽ മാനുഫാക്ചർ ചെയ്തിട്ട് വന്നിട്ടുള്ള ഈ ഡീറ്റെയിൽസിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ബേസിൽ തന്നെ ആയിരിക്കണം ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റത്തെ മെത്തേഡ് ആണെന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? ഇതിൽ പറഞ്ഞിട്ടുണ്ട് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ ചേഞ്ചും ഇല്ല, അതേപോലെ തന്നെ ഇതിൽ കോസ്റ്റുകളിലൊന്നും ചേഞ്ച് വന്നതായിട്ട് അഡീഷണൽ ആയിട്ട് ഇൻഫോർമേഷൻ തന്നിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റത്തെ മെത്തേഡ് ആയിട്ടുള്ള നോ ചേഞ്ചിങ് കോസ്റ്റ് ഓഫ് കോമ്പണൻസ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന മെത്തേഡ് പ്രകാരമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുക തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റും കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബേസിലാണ് നമ്മൾ ഇനി 750 ഫാൻ ഉണ്ടാക്കാൻ എത്ര വരും എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. നമുക്കത് ചെയ്യാം. ഓക്കെ, കോസ്റ്റ് ഷീറ്റ് ആണ്. നമുക്കറിയാം കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് പ്രകാരം ആദ്യം പ്രൈം കോസ്റ്റുകളാണ് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നതിൽ നമുക്ക് ഓപ്പണിംഗ് മെറ്റീരിയൽ ഉണ്ട്, റോ മെറ്റീരിയൽ ഉണ്ട്, ക്ലോസിംഗ് റോ മെറ്റീരിയൽ ഒക്കെ ഉണ്ട്, പിന്നെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റുകൾ എങ്ങനെയാണോ ചെയ്യുക അതേപോലെയാണ് ചെയ്യേണ്ടത്. ഇവിടെ 2 കോളം വേണം, ഒന്ന് എമൗണ്ട് കാണിക്കാനും പിന്നെ ഒന്ന് കോസ്റ്റ് പെർ യൂണിറ്റ് കാണിക്കാനും. ഒരു യൂണിറ്റിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് കാണിക്കാനും ഉണ്ടാവും. അപ്പോൾ എമൗണ്ട്, കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 3000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പറയുന്നത് അല്ലെ, 3000 ഫാൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുമ്പോൾ ഇവിടുത്തെ എമൗണ്ട് ഡിവൈഡ് ബൈ 3000 ആണ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ റോ മെറ്റീരിയൽ ആണ് എഴുതുന്നത്. അപ്പൊ ഓപ്പണിംഗ് റോ മെറ്റീരിയൽ ആദ്യം എഴുതാം. ഓപ്പണിംഗ് റോ മെറ്റീരിയൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. എത്രയാണ് ക്വസ്റ്റ്യനിലെ എമൗണ്ട് തരുന്നത്? ഓപ്പണിംഗ്, അതായത് ഫസ്റ്റ് 10/2020 തന്നിട്ടുള്ള എമൗണ്ട് ആണ് എഴുതേണ്ടത്. 5000 അല്ലെ, 5000. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എഴുതി. ഇനി നമ്മൾ എഴുതേണ്ടത്, നമുക്കറിയാം റോ മെറ്റീരിയൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് എന്താണ്? ഒന്നെങ്കിൽ റോ മെറ്റീരിയൽ എക്സ്പെൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് ഇതിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ എന്തുണ്ട്? മെറ്റീരിയൽ പർച്ചേസ് പറഞ്ഞിട്ട് 32,500 തന്നിട്ടുണ്ട്. സോറി, 32,500. ഓക്കെ, അപ്പൊ ആ എമൗണ്ട് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ആഡ് മെറ്റീരിയൽ പർച്ചേസ്ഡ്, ആഡ് മെറ്റീരിയൽ പർച്ചേസ്ഡ് എത്ര? 32,500. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ ചെയ്യാണ് 32,500 5000. ഓക്കെ, അപ്പോ 37,500 വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് നിന്ന് നമുക്ക് ക്ലോസിംഗ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, അത് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. ഓക്കെ, ലെസ് എന്താണ്? ക്ലോസിംഗ് റോ മെറ്റീരിയൽ അല്ലെ. അതായത് നമുക്ക് 31st December 2020 തന്ന എമൗണ്ട് ക്ലോസിംഗ് റോ മെറ്റീരിയൽ എത്രയാണ് തന്നിട്ടുള്ളത്? 3500 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ആ 3500 എന്ത് ചെയ്യുക? ഇതിന്ന് ലെസ് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ എടുക്കുക. 37,500 3500 ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് 34,000 വരും അല്ലെ, 34,000. ഇനി ഇതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ.
പ്രൈം സോറി നമ്മൾ റോ മെറ്റീരിയൽ മാത്രമേ എഴുതുള്ളൂ, വേജസും കൂടി എഴുതാം അല്ലേ, എന്നാലേ പ്രൈം കോസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ വേജസിനെയും കാണാം. അപ്പം മെറ്റീരിയൽ, ടോട്ടൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാണാം. അപ്പൊ ഇതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണും. അതായത് 34,000 ഡിവൈഡ് ബൈ 3000 ഫാനാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഒരു യൂണിറ്റിന് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് എങ്ങനെ കാണാം? ടോട്ടൽ കോസ്റ്റ്, ആ ഒരു കോസ്റ്റ് ഡിവൈഡ് ബൈ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, 3000. അതായത് 34,000 ഡിവൈഡ് ബൈ 3000 ആണ് വരിക. ഇവിടെ ജസ്റ്റ് ഇവിടെ എഴുതാം 34,000 ഡിവൈഡ് ബൈ 3000. ഓക്കെ, 34,000 ഡിവൈഡ് 3000. അത് അപ്പോൾ നമുക്ക് പോയിന്റ് വാല്യൂസ് ആയിട്ട് കിട്ടും. അതായത് 11.333 അങ്ങനെ പോകും. ഓക്കെ, 11.333 എഴുതും. ഇനി നമ്മൾ അടുത്തത് വേജസ് ആണ് അല്ലേ. നമുക്ക് വേജസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. വേജസ് തന്നിട്ടുണ്ട് അല്ലേ, ഫാക്ടറി വേജസ് പറഞ്ഞിട്ട് തന്നിട്ട് അത് നമ്മൾ ഡയറക്റ്റ് വേജസ് ആയിട്ടാണ് എടുക്കുക. ഇൻഡയറക്റ്റ് വേജസ് ആണെങ്കിൽ ഫാക്ടറിയുടെ ഓവർഹെഡിന്റെ അണ്ടറിലാണ് എഴുതുക. ഇവിടെ ഫാക്ടറി വേജസ് എന്നുള്ളത് എന്തായിട്ട് എടുത്തിട്ടുള്ളത്? പ്രൈം കോസ്റ്റിലായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഫാക്ടറി വേജസ് എത്രയാണ്? ഫാക്ടറി വേജസ് തന്നിട്ടുള്ളത് 75,000. ഓക്കെ, ഡിവൈഡ് ടോട്ടൽ ചെയ്യാം 34,000 75,000. ഈ 75,000ന്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. കാരണം നമ്മൾ 750 എത്ര വരും എന്ന് കാണുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ കോസ്റ്റ് പെർ യൂണിറ്റിനെ 750 ഇൻറ്റു ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ മെറ്റീരിയലിന്റെ എഴുതിയ പോലെ നമ്മൾ ഓരോന്നിന്റെ എഴുതണം. ഡയറക്റ്റ് വേജിന്റെ എഴുതണം. ഇത് മെറ്റീരിയൽ കൺസ്യൂമഡ് ആണ് കേട്ടോ. മെറ്റീരിയൽ കൺസ്യൂമഡ് ആണ് ഇവിടെ. ഇത് 75,000നെ 3000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 25 എന്ന് കിട്ടും. ഓക്കെ, 25.00. ഇവിടെ ടോട്ടൽ ചെയ്യാം. കോസ്റ്റ് പെർ യൂണിറ്റ് ടോട്ടൽ ചെയ്ത് എഴുതാം 36.33. ഇവിടെയും ടോട്ടൽ ചെയ്ത് എഴുതാം 1,09,000. ഓക്കെ, അപ്പൊ ഇതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഡയറക്റ്റ് വേജ്, അതേപോലെ എന്താ മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ കൂടിയിട്ടാണ് ആഡ് ചെയ്യുക. ഇവിടെ ഫാക്ടറി വേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫാക്ടറി ഓവർഹെഡിൽ വേജ് എഴുതാറുണ്ട്, ഇൻഡയറക്റ്റ് വേജ് എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോഴാണ് നമ്മൾ എടുക്കാറ് കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ കൂടെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫാക്ടറി എക്സ്പെൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഫാക്ടറി എക്സ്പെൻസ് തന്നിട്ടുണ്ടോ? ഇൻഡയറക്റ്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലെ. അതെന്താണ്? ഫാക്ടറിയിൽ വരുന്ന. ഓക്കെ, ഇൻഡയറക്റ്റ് ചാർജസ്. ഇൻഡയറക്റ്റ് ചാർജസ് ആണ് 12,500. ഓക്കെ, 4.17. അതായത് ഇതിനെ 3000 കൊണ്ട് ഡിവൈഡ് ചെയ്തു 4.17. ഇനി ഇത് ആഡ് ചെയ്ത് എഴുതാം. ടോട്ടൽ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത് എഴുതാണെന്ന് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എത്ര വരും? 40.50 വരും. ഇവിടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1,21,500 വരും. ഇത് ഫാക്ടറി കോസ്റ്റ് ആണ്. ഓക്കെ, ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് ഇവിടെ നമുക്ക് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഒന്നും തന്നിട്ടില്ല. പിന്നെ ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് തന്നിട്ടുള്ളത് ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമാണ്. അപ്പൊ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ഐറ്റംസ് തന്നിട്ടില്ല. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ കിട്ടിയ എമൗണ്ടിനെ നമ്മൾ ഫാക്ടറി കോസ്റ്റ് ആയിട്ട് എഴുതുക. സോറി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതുക. വേറെ ഓവർഹെഡ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ ഞാനിത് ഇവിടെ ഇപ്പുറത്ത് കാണിക്കാം. ഇതിന്റെ താഴെ ആയിട്ടാണ് വരിക കേട്ടോ. ഞാൻ ഇപ്പുറത്ത് ജസ്റ്റ് ഇതിന്റെ ബാക്കിയായിട്ട് കാണിക്കാം. ഇവിടെ നമുക്ക് ഫിനിഷ്ഡ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും. ഓപ്പണിംഗ് നില്ലാണ്, ക്ലോസിങ് 31 ഡിസംബറിലെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ തന്നിട്ടുണ്ട്. എത്രയാണ്? അതായത് കംപ്ലീറ്റഡ് എന്നുള്ളതാണ് ഫിനിഷ്ഡ് ഉദ്ദേശിക്കുന്നത്. എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 20,250 അല്ലെ. 20,250 ആണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക? ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലെസ് ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് ആണ്, അപ്പൊ നമ്മൾ ലെസ് ചെയ്യുക. അപ്പോൾ ലെസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് അതായത് 20,250. ഓക്കെ, 20,250 അത് ലെസ് ചെയ്യുക. എഴുതുന്ന 1,21,500
20 250 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,250 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഇതാണ് ടോട്ടൽ കോസ്റ്റ്, അതായത് ഗുഡ്സ് സോൾഡ് ചെയ്യാൻ വന്നിട്ടുള്ള ടോട്ടൽ കോസ്റ്റ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, ഇനി നമുക്ക് സെയിൽസ് എത്രയാണ് സെയിൽ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതായത് സെയിൽ എമൗണ്ട് നമ്മളിവിടെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന് സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽ എമൗണ്ട് എത്രയാവും? 1,12,500 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് കണ്ടുപിടിക്കേണ്ട പ്രോഫിറ്റ് ആട്ടോ. സെയിൽസ് 1,12,500 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഇതിൽ വരുന്ന ബാലൻസ് എമൗണ്ട് ആണ് എന്ത് വരിക? പ്രോഫിറ്റ് വരിക അല്ലെ. പ്രോഫിറ്റ് എത്ര വരും? 11,250 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഇതിന്റെ ഒന്ന് യൂണിറ്റ് കാണില്ല, കാരണം ഇത് കഴിഞ്ഞ മുന്നത്തെ 3 മാസത്തെ മാനുഫാക്ചറിംഗിൽ വന്ന ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അപ്പൊ ഇനി അതിന്റെ നീ കാണണ്ട, കാരണം അപ്പൊ ഉണ്ടായിരുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഓക്കെ, അതിന്റെ ടോട്ടൽ കോസ്റ്റ് എടുക്കുന്നു, അതിന്റെ സെയിൽസ് എഴുതിയിട്ട് പ്രോഫിറ്റ് കാണുന്നു. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ ചെയ്ത കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, 3000 പ്രൊഡക്ഷൻ യൂണിറ്റ് ഓഫ് ഫാൻ, ഇലക്ട്രിക് ഫാൻ 3000 പ്രൊഡ്യൂസ് ചെയ്തതിൽ വന്നിട്ടുള്ള ടോട്ടൽ കോസ്റ്റും സെയിൽസും പ്രോഫിറ്റും ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ 750 യൂണിറ്റ് അവരെന്ത് ചെയ്യാനായിട്ട് ഓർഡർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എത്രയാണ് വരിക എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഈ കോസ്റ്റ് പെർ യൂണിറ്റ് 11.33, 25.1 ഡയറക്റ്റ്, 25 ഡയറക്റ്റ് വേജിന്റെ. പിന്നെ പറയുന്നത് ഇവിടെ ഇൻഡയറക്റ്റ് ചാർജസിന്റെ 4.17 ഓക്കെ, ഈ കോസ്റ്റ് പെർ യൂണിറ്റ് എടുത്ത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോവാണ് 750. ഇവിടെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിൽ ചേഞ്ച് വരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. Percentage of profit on cost. Percentage of profit on cost ആണ്. അതായത് പ്രോഫിറ്റ് എത്ര വന്നു, ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു എന്ന് കാണാം, അതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, പ്രോഫിറ്റ് എത്ര കിട്ടി അത് ഡിവൈഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു 100. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്രയാണ്? 11,250 ആണ് അല്ലേ. 11,250. എത്രയാണ് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത്? 1,01,250 ഇൻറ്റു 100. അതായത് എത്രയാണ് പെർസെൻറ്റേജ് വരിക? 11.11 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. 11.11 പെർസെൻറ്റേജ് ആണ് എന്ത് വരിക? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. ഓക്കെ, ഇത് കണ്ടത് എങ്ങനെ മനസ്സിലായല്ലോ? നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു 100. അതാണ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. ഓക്കെ, ഇനി ഇതിലും ചേഞ്ച് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു പെർസെൻറ്റേജിലും എന്ത് വരില്ല? ചേഞ്ച് വരില്ല. അതേപോലെ ഈ കോസ്റ്റുകളിലും എന്ത് വരില്ല? കോമ്പണന്റിന്റെ എമൗണ്ടിലും ചേഞ്ച് വരില്ല. ആ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ മെത്തേഡ്. അപ്പോൾ ഇനി നമ്മൾ 750 ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഐറ്റംസ് ഒക്കെ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഇത് മായ്ക്കുന്നില്ല. നിങ്ങൾ രണ്ടാമത് വേറെ ഉണ്ടാക്കണം. കോസ്റ്റ് ഷീറ്റ്, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ടെൻഡർ ഫോർ statement of tender for 750 fan. 750 ഫാനിന് ഉള്ള സ്റ്റേറ്റ്മെന്റ് ടെൻഡർ പ്രൈസ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം കോളം കൊടുക്കുന്നത് കോസ്റ്റ് പെർ ഫാൻ. ഒരു ഫാനിന് എത്ര കോസ്റ്റ് ആണെന്നുള്ളതാണ്. നേരെ തിരിച്ചിട്ട് നേരത്തെ നമ്മൾ ഇവിടെ എമൗണ്ട്, ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചു. ഇവിടെ കോസ്റ്റ് ഒരു ഫാനിന് എത്ര കോസ്റ്റ്, അതേപോലെ ഇവിടെ എമൗണ്ട് എത്രയാണെന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടിയിട്ട്, ഇതിൽ ചില ഈ ഓപ്പണിംഗ് മെറ്റീരിയൽ, ക്ലോസിംഗ് മെറ്റീരിയൽ ഒന്നും ഇവിടെ വരില്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് വേണ്ട. മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയെന്നേ വേണ്ടുള്ളൂ.
ഓക്കെ, അപ്പൊ ഞാനത് മൊത്തം വായിക്കുകയാണ്, കാരണം അത്രയും സ്പേസ് ഇവിടെ ബാക്കിയാവും. കാരണം ഓപ്പണിംഗ് മെറ്റീരിയൽ ക്ലോസ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ 3 മാസത്തിൽ ഉണ്ടായതാണ്. അത് ഇതിനെ ബാധിക്കില്ല, ഇത് വരാൻ പോണതല്ലേ. അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ എഴുതുക. മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ് നമ്മൾ മുന്നേ കണ്ടുപിടിച്ചത്? എത്രയാണ്? 11.33. ഓക്കെ, 11.33 അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അതിനെ 750 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 8500. റൗണ്ട് ചെയ്ത് എഴുതാം കേട്ടോ, 8500 ആണ് വരും. ഓക്കെ, ഇനി വേജസ്, ഫാക്ടറി വേജസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ആഡ് ചെയ്തല്ലോ. അതിന്റെ യൂണിറ്റ് എത്രയാണ്? 25 ചെയ്യുന്നു. 25 ഇൻറ്റു 750, ആ എമൗണ്ട് ഇവിടെ ആഡ് ചെയ്യുക. 18,750 വരും. ഓക്കെ, ഇനി ഇത് ടോട്ടൽ ചെയ്യുക. ഇത് മാത്രമാണ് പ്രൈം കോസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പോൾ അതെന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. ഇവിടെ എത്ര വരും? 36.33. ഇവിടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 27,250 വരും. ഓക്കെ, ഇനി ഇത് പ്രൈം കോസ്റ്റ്. അടുത്തായിട്ട് ഇൻഡയറക്റ്റ് ചാർജസ് ആഡ് ചെയ്യാം. ഇൻഡയറക്റ്റ് ചാർജസിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരുന്നു? 4.17 ആണ് കണ്ടുപിടിച്ചത്. അതിന് 750 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഇവിടുത്തെ എമൗണ്ട് കിട്ടും. 4.17 750 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 31.25. ചില എമൗണ്ടിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും, അത് റൗണ്ട് ചെയ്ത് എഴുതണം കേട്ടോ. 31.25. ഇനി ഇത് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 40.50. ഇവിടെ 30,375 കിട്ടും. 30,375. ഇവിടെ 40.50. ഇനി നമ്മൾ കാണേണ്ടത് ഇത് എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി വേറെ ഐറ്റം ഒന്നുമില്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണത്. ഇനി പ്രോഫിറ്റ് എത്ര, സെയിൽസ് എത്രയാണെന്നാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് കാണാൻ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടിട്ടുണ്ട്. ഇതിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ കോസ്റ്റിന്റെ ഈ 11.11%, അതായത് 1/9 ആണ് വരിക. അത് കാണാം. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ 30,375 ഇൻറ്റു 11.111 അങ്ങനെ പോകുന്നുണ്ട്. 11.11 ഡിവൈഡ് ബൈ എത്ര? 100. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എഴുതാം. അതായത് 3,375. ഇതാണ് പ്രോഫിറ്റ്. ഓക്കെ, ഇതാണ് പ്രോഫിറ്റ്. ഇനി അതിന്റെ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ പറഞ്ഞാൽ വരിക, ഇത് ആഡ് ചെയ്താൽ 33,750. ഓക്കെ, അതായത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താണല്ലോ വരിക. അതാണ് സെയിൽ വന്നിട്ടുണ്ടാവുക. അതായത് സെല്ലിംഗ് പ്രൈസ്, ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ആണ് 33,750. ഇനി പെർ സെല്ലിംഗ് പ്രൈസ് കാണാം 40.50. അതിന്റെ 11.11% കണ്ട ഇവിടെ നിങ്ങൾക്ക് 4.5 കിട്ടും. അത് ടോട്ടൽ ചെയ്ത് എഴുതാം 45. ഓക്കെ, അതായത് ഒരു ഫാനിന് 45 രൂപയ്ക്കാണ് എന്ത് ചെയ്യുക? അവർ വിൽക്കുക. ടോട്ടൽ 750 ഫാനിന് 33,750 എന്ത് വരും? സെയിൽസ് എമൗണ്ട് വരും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുക.